Amen. Hallelujah. Hallelujah. Thank you so much for having me here. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വളരെ നന്ദി. I want to say one thing before I say anything, that you people are blessed to have such amazing leaders. എന്തെങ്കിലും പറയുന്നതിന് തുടക്കത്തിൽ തന്നെ പറയണം, ഇങ്ങനെ അമേസിംഗ് ആയിട്ടുള്ള ലീഡേഴ്സിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. You know, I being a pastor's son, I have seen so many pastors around me. ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ ഒരുപാട് പാസ്റ്റർമാരെ കണ്ടിട്ടുമുണ്ട്. Pastor Mona. I am a pastor's son and ഞാൻ ഒരുപാട് പാസ്റ്റർമാരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുമാണ്. And what happens is when God elevates them, something else, they elevate themselves also. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദൈവം അവരെ ഉയർത്തുന്നതിനൊപ്പം അവർ തങ്ങളെ തന്നെ ഉയർത്താനായിട്ട് തുടങ്ങും. But when I see this man of God, the more God elevates them, the more humble he becomes. പക്ഷെ ഞാൻ ഇവിടെ കണ്ടത് ദൈവം തന്നെ ഉയർത്തുമ്പോൾ പാസ്റ്റർ കൂടുതൽ താഴ്മയുള്ളവനായി നിൽക്കുന്നതാണ്. And today I was sitting in the car and I was saying, Lord, I need that anointing. ഞാൻ ഇന്ന് ഇവിടെ നിന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ആ അഭിഷേകം I വേണം. need that humility. എനിക്ക് ആ താഴ്മ വേണം. I need that maturity and humility in the way this man of God walks. കർത്താവേ ഈ ദൈവമനുഷ്യനുള്ള ആ മെച്യൂരിറ്റിയും ആ താഴ്മയും എനിക്ക് വേണം. The word that God is telling me is hunger. ദൈവം എന്നോട് പറഞ്ഞ വാക്ക് അത് ഹങ്കർ എന്നുള്ളതാണ്. We've been speaking about this for the whole week. ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. Say hunger. Turn to your neighbor and say hunger. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ ഹങ്കർ. My dad was a Maulvi in the mosque. എൻ്റെ പിതാവ് ഒരു മോസ്കിലെ മൗലവിയായിരുന്നു. My mom was the daughter of the Muslim League president of Kerala. എൻ്റെ മമ്മി മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ, കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പ്രസിഡന്റിന്റെ മകളായിരുന്നു. My dad is from Karnataka. എൻ്റെ പിതാവ് കർണാടകയിൽ നിന്നുള്ളതാണ്. Mom is from Thrissur, Kerala. മമ്മി കേരളത്തിൽ തൃശ്ശൂർ എന്നുള്ളതാണ്. Her neighbor told her the gospel and she had to flee from death to be at a Bible college and study the word of God. തൻ്റെ അയലോകത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ മകളോട് സുവിശേഷം പറഞ്ഞത്. ആ അമ്മയ്ക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു, ജീവനെ ഭയന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. She was locked up in room for a month. ഒരു മുറിയിൽ ഒരുപാട് നാളുകളോളം മാസങ്ങളോളം അടച്ചിടപ്പെട്ടു. And then she fled and she said, I want to live for Jesus. I don't want to follow this life. താൻ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് പറഞ്ഞു, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് വേറൊന്നിനെയും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. It has been more than 45 years. She has never seen her parents. 45 വർഷത്തോളമായി താൻ തൻ്റെ മാതാപിതാക്കളെ കണ്ടു. I don't know how my grandparents look like. എങ്ങനെയാണ് എൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയും ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. My dad comes from Karnataka, a poor family, a farmer's son. എൻ്റെ പിതാവ് കർണാടകയിൽ നിന്നാണ്, ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കർഷകന്റെ മകനായിട്ടാണ് ജനിച്ചത്. A house made of cow dung. പശുവിന്റെ ചാണകത്തിൽ ഉണ്ടാക്കിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. He used to read the azan in the mosque every day. താനാണ് ആ മോസ്കിൽ എല്ലാ ആഴ്ചയും വായിക്കുവാനായിട്ട് നിയമിക്കപ്പെട്ടിരുന്ന വ്യക്തി. Something inside him said, there is more to life than this. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പറഞ്ഞു, ജീവനെ സംബന്ധിച്ച് ചിലത് കൂടെ ഉണ്ട് എന്നുള്ളത് തന്റെ ഉള്ളിൽ പറയാനായിട്ട് തുടങ്ങി. He was in Bangalore pushing carts in a furniture company and somebody gave him the Urdu Bible. താൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ ഈ ചുമട് ചുമക്കുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ ബൈബിൾ കൊടുക്കുന്നത്. Urdu Bible, the first thing he read is the Sermon on the Mount and said, who is this man who forgives? ഉറുദു ബൈബിളാണ് താൻ വായിച്ചത്. അത് മലമുകളിലിരിക്കുന്ന ഗിരിപ്രഭാഷണങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആരാണ് പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്നത്? That hunger inside him said, Lord, if you are true, reveal yourself to me. I am going through sickness, heal me right now. താൻ പറഞ്ഞു, കർത്താവേ ഞാൻ രോഗിയായിരിക്കുന്നു, കർത്താവ് എന്നുള്ളത് സത്യമാണെങ്കിൽ, ദൈവം എന്നുള്ളത് സത്യമാണെങ്കിൽ ഈ ദൈവത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണം, ഞാൻ രോഗത്തിലായിരിക്കുന്നു. God healed him instantly and then he said, I'm going to give my life to the Lord. He went to Kerala. ആ നിമിഷം കർത്താവ് തന്നെ സൗഖ്യമാക്കി. താൻ അന്ന് മുതൽ മിനിസ്ട്രിക്കായിട്ട് തീരുമാനിച്ചു പോകാനായിട്ട്. A man who has never known any other religion apart from Islam or Hinduism, he never has seen any other religion. ഇസ്ലാമും ഹിന്ദുയിസവും ഒഴിച്ച് ബാക്കി ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. From that background, I am saying Jesus is not for any religion, Jesus is for everybody. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് താൻ വന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവം ചിലർക്ക് വേണ്ടി മാത്രമല്ല, ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളവനാണ്. യേശു എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. In Kerala, my dad got 3 proposals, all 3 Muslim converts. എൻ്റെ പിതാവിന് കേരളത്തിൽ വന്നപ്പോൾ 3 പ്രപ്പോസലുകൾ ലഭിച്ചു. അത് 3ഉം മുസ്ലിം കൺവേർട്സ് ആയിരുന്നു. The moment he met the first lady, that was my mother, he got to know the other 2 also are the same person. താനപ്പോ ഫസ്റ്റ് കാണാൻ പോയത് എൻ്റെ മദറിനെയാണ്. പിന്നെ വീണ്ടും 2 തവണയും കൂടെ കണ്ടപ്പോൾ മനസ്സിലായി അത് സെയിം ആളെ കുറിച്ച് തന്നെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. That is how God brought them together and he said,
I don't have any clothes. This is all borrowed clothes, but I have Jesus. Are you ready to be with me? അങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്. അപ്പോൾ താൻ പറഞ്ഞു, എനിക്ക് വസ്ത്രങ്ങളൊന്നുമില്ല, ഇതെല്ലാം ഞാൻ കടം വാങ്ങിയതാണ്, എനിക്ക് യേശു മാത്രമേ ഉള്ളൂ. I was born in a family that knew Jesus. ഞാൻ ജനിച്ചത് യേശുവിനെ അറിയുന്ന ഒരു കുടുംബത്തിലാണ്. In Belgaum, my dad started a church. ബെൽഗാമിൽ എൻ്റെ പിതാവ് ഒരു സഭ തുടങ്ങി. And I grew in light. ഞാൻ വെളിച്ചത്തിലാണ് വളർന്നു വന്നത്. So it's very important when you are born in darkness and when you see light at a distance, you say, that is light. I'm in darkness. I need to run there. നിങ്ങൾ ഇരുട്ടിൽ ജനിച്ചിട്ട് വെളിച്ചത്തെ കണ്ടിട്ട് നിങ്ങൾ പറയാം അവിടെ വെളിച്ചമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഇരുട്ടാണ്, അവിടെ വെളിച്ചമാണ്, എനിക്ക് അങ്ങോട്ട് പോകണം. But when you are born in the light, to identify light is harder. നിങ്ങൾ വെളിച്ചത്തിൽ തന്നെ ജനിച്ചിട്ട് ആ വെളിച്ചത്തെ തിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള What am കാര്യമാണ്. I trying to say? ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? The hunger of the Lord makes you reach where you want to go. നിങ്ങൾക്ക് ദൈവത്തോടുള്ള വിശപ്പാണ് നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നത്. Amen. There is nothing you can do without hunger inside your heart. നിങ്ങളുടെ ഹൃദയത്തിൽ വിശപ്പില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. There is nothing. There are so many people who walked behind Jesus all through his ministry time. യേശുവിനൊപ്പം നടക്കുന്ന ഒരുപാട് വ്യക്തികൾ യേശു ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നു. But the people who really made an impact were the people who were hungry. പക്ഷേ ആ ദൈവത്തോട് യേശുവിനോട് വിശപ്പുള്ളവരായിരുന്നു അതിൽ നിന്ന് അവർക്ക് സ്വാധീനം ഉണ്ടാക്കിയ വ്യക്തികൾ. When I see people like him, all I'm asking the Lord is, Lord, fill me with the same anointing. ഞാൻ ആളുകളെ കാണുമ്പോൾ ഞാൻ പറയും, കർത്താവേ അതേ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. My desire is that our church in India, here in Oman, in anywhere, we need to have people who are hungry for God. എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന നമ്മുടെ സഭയിലും ഒമാനിലോ ഇന്ത്യയിലോ എല്ലായിടത്തുമുള്ള നമ്മുടെ ആളുകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ ഹൃദയം വിശപ്പിനാൽ നിറയപ്പെടണം. Not just ordinary hunger, not just hunger that comes on a Friday and goes after the service is over, but a hunger that is desperate to see a transformation. ഒരു സാധാരണ വിശപ്പല്ല, ഒരു വെള്ളിയാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ കഴിഞ്ഞു പോകുന്ന വിശപ്പല്ല, പക്ഷേ തികച്ചും പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഒരു വിശപ്പ്. Moses, after the Exodus, after every miracle that he could see, he comes to God and says, God, show me your glory. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ എല്ലാ സ്ഥലത്തും മോശ വന്നിട്ട് പറയണം, കർത്താവേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണണം. അത്ഭുതങ്ങൾക്ക് ശേഷം ഓരോ അത്ഭുതങ്ങൾ കഴിയുമ്പോൾ Jacob wrestled all night. യാക്കോബ് രാത്രി മുഴുവൻ മല്ലിടുവാനായിട്ടിടയായി. Come on, church, this is the time to fight. ഈ സമയം നമ്മൾ പോരാടേണ്ട സമയമാണ്. This is not the time to just stand still and stay idle and wait for a good thing to happen, but this is the time to be hungry for God. ഇത് ശാന്തമായിരിക്കേണ്ട സമയമല്ല, ഇത് ചലിക്കാതിരിക്കേണ്ട സമയമല്ല, വലിയ വിശപ്പോടെ പോരാടേണ്ട സമയമാണ്. As pastor was saying about 8-10 days ago, I was in Jharkhand and 5 lakh people came to serve the God. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ 8-10 ദിവസത്തിന് മുമ്പ് ജാർഖണ്ഡിലായിരുന്നു. അവിടെ 5 ലക്ഷത്തോളം ആളുകൾ കർത്താവിന്റെ അടുക്കൽ കടന്നു. Not a single bus any pastor arranged. Everybody came. The hunger there was another level. ഒരു ബസ്സും അറേഞ്ച് ചെയ്തില്ല, അവർ തന്നെ കടന്നു വന്നു. അവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ട വിശപ്പ് വേറൊരു തലത്തിലായിരുന്നു. And while you're worshiping, I see that hunger in this place. ഞാൻ ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളിൽ ആ വിശപ്പ് ഞാൻ കാണുവാനിടയായി. We are not going to be satisfied Christians. We are going to be hungry Christians. നമ്മൾ ഒരു എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിരിക്കത്തില്ല, തൃപ്തിയൊന്നവരായിരിക്കത്തില്ല, വിശപ്പുള്ളവരായിരിക്കും. I want the anointing that the pastor carries. ഞാൻ എൻ്റെ ഈ പാസ്റ്റർ ക്യാരി ചെയ്യുന്ന അനോയിന്റിംഗ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I want the anointing that this man of God carries. എനിക്ക് ഈ ദൈവമനുഷ്യൻ ക്യാരി ചെയ്യുന്ന അനോയിന്റിംഗ് എനിക്ക് വേണമെന്ന് ഞാൻ I want the anointing that all of you carry. I can't settle for less. എനിക്ക് അതിൽ കുറഞ്ഞതായിട്ടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അതിൽ കുറഞ്ഞതിൽ ഒന്നും. God has shown me everything in my life. I wanted to be a music director. I worked with the greatest of the greatest people in my life, and God showed me the greatest positions and platforms on earth. ദൈവം എന്നെ എല്ലാം കാണിച്ചു തന്നു. എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതെല്ലാം ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ വലിയ മ്യൂസിഷ്യൻസിനോട് എല്ലാം വർക്ക് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. I won all reality. I won the India's Got Talent show. I got Guinness Book of World Records for 1,000 musicians. I conducted that show. India's Got Talent show എല്ലാം ഞാൻ ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ആ ഷോ എല്ലാം കണ്ടക്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. All that is absolute waste. പക്ഷേ അതെല്ലാം കംപ്ലീറ്റ് വേസ്റ്റ് ആയി. I realized ഞാൻ ചിന്തിച്ചു, that is all good just to show off. ഇതെല്ലാം കാണിക്കുവാനായിട്ട് നല്ലതാണ്. I am not here to show off. പക്ഷെ ഞാൻ ഇവിടെ ഒന്നും കാണിക്കുവാനായിട്ടല്ല നിൽക്കുന്നത്. I'm hungry to grow. ഞാൻ വളരുവാനായിട്ട് വിശപ്പുള്ളവനാണ്. All young people here, I want to tell you one thing. ഇവിടെ നിൽക്കുന്ന ഓരോ യൗവനക്കാരോടും എനിക്ക് ഒരു കാര്യം പറയാം. There is something called do not reinvent the wheel. Do not reinvent the wheel. ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീണ്ടും ആ ചക്രത്തെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കരുത്. The wheel is already invented. There are so many
men of God who have walked the walk, learn from them. ആ ചക്രം ഓൾറെഡി കണ്ടുപിടിക്കപ്പെട്ടവരാണ്. ഒരുപാട് ദൈവ മനുഷ്യർ ദൈവത്തോടൊപ്പം നടന്നിരിക്കുന്നവരാണ്. Do not make the same mistakes we have done. ഞങ്ങൾ ചെയ്ത അതേ മിസ്റ്റേക്ക് നിങ്ങൾ വീണ്ടും ചെയ്യരുത്. Do you know what you need for that? എന്താണ് നിങ്ങൾക്ക് അതിന് ആവശ്യമുള്ളതെന്ന് അറിയാമോ? Hunger. വിശപ്പ്. Amen. If you do not have the submission to learn from your authority, you will never learn. നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല. If you do not have the humility to say that I can see something in this man of God and I want it. നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ആയിരിക്കുന്ന ദൈവമനുഷ്യനിൽ എന്തെങ്കിലും പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വളരത്തില്ല. And this is the season where God is telling you, I am going to give you a multi-wave of food and manna over your life. ഈ സീസണിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പല വഴികളിൽ അവൻ ഭക്ഷണവും മന്നയും തുറന്നു തരുവാനായി പോകുന്നു.